ഹായ് ഓൾ. ഏഡസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് UGC നെറ്റുമായിട്ട് ബന്ധപ്പെട്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഉദ്യോഗാർത്ഥികളെല്ലാം അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്, അതുപോലെ തന്നെ അപേക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ്. ആദ്യം തന്നെ പറയട്ടെ, UGCയുടെ നെറ്റിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പൊതുവെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കുകൾക്കൊക്കെ ചില സമയത്ത് ഭയങ്കര ജാം വന്നിട്ട് ആപ്ലിക്കേഷൻ ഇടുന്നതിനൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ചില സമയങ്ങളിൽ ഉണ്ടാവാറുണ്ട്. നമ്മൾ എപ്പോഴും ഒന്ന് ശ്രമിച്ചു നോക്കുക എന്നുള്ളതാണ്. അവസാന ലാപ്പ് വരെ അപേക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കരുത്. ചില വർഷങ്ങളിലൊക്കെ ഇതിന്റെ ആപ്ലിക്കേഷൻ വിൻഡോയുടെ ടൈം നീട്ടിത്തരുന്ന ഒരു പ്രവണതയും UGCയുടെ NDAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട്. അതൊരു പക്ഷെ ഉണ്ടായില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ ഇടാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക, എത്രയും പെട്ടെന്ന് നമ്മൾ അപേക്ഷിക്കുക എന്നുള്ളതാണ്. വൈകുന്നേരങ്ങളിലൊക്കെ നമ്മൾ അപേക്ഷിക്കാൻ ശ്രമിച്ചാൽ കുറച്ചും കൂടി ട്രാഫിക് കുറവുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. പലപ്പോഴും ആപ്ലിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ മിഡിൽ വെച്ചിട്ട് ചിലപ്പോൾ കട്ട് ഓൺ ആയി പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഈ ഒരു സൈറ്റിൽ ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ആദ്യം തന്നെ അതങ്ങ് ഒരു ഇൻഫർമേഷൻ ആയിട്ട് നൽകിയതാണ്. ഇനിയും അപേക്ഷിക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ തന്നെ പറയുന്നുണ്ട്, ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ തന്നെ ഉത്തരവാദിത്തത്തിലാണ് എന്നുള്ളതാണ്. കറക്ഷൻ വിൻഡോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും പല കാര്യങ്ങളും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല, നമ്മൾ അപേക്ഷിക്കുമ്പോൾ അതിന് വലിയൊരു ഭീമമായ തുകയാണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. 1110 രൂപയോളം പേയ്മെന്റ് കൊടുക്കേണ്ടുന്ന ഒരു എക്സാമിനേഷൻ ആണ്. അപ്പോൾ ഒരപേക്ഷ തന്നെ ഒതുക്കാൻ നിൽക്കുക, പിന്നീട് ഒരു അപേക്ഷ ഇടുക എന്ന് പറയുന്നത് സാധ്യമല്ലാത്തൊരു കാര്യമാണ്. നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട്, രണ്ടാമത്തെ അപേക്ഷയായിരിക്കും വാലിഡ് ആയിട്ട് നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് നടക്കുന്നില്ല. ഒറ്റ അപേക്ഷ മാത്രമേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. ഇനി നോട്ടിഫിക്കേഷൻ ഇടുന്നതിന് മുമ്പ് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുകയാണ്. ഇതിലാദ്യമായിട്ട് UGC നിങ്ങളോട് പറയുന്നു, അതായത് ഇത് ആദ്യം ബാധകമായിട്ടുള്ളത് ഒന്നിലധികം പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്കാണ്. നിങ്ങൾക്ക് ഒരു അപേക്ഷ മാത്രമേ ഇടാൻ പറ്റുകയുള്ളൂ. അതായത് ഒരു കാൻഡിഡേറ്റിന് ഒന്നോ അതിലധികമോ വിഷയങ്ങൾ നിങ്ങൾക്ക് PG ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അതിലൊക്കെ നെറ്റിന് അല്ലെങ്കിൽ PhDക്ക് JRFന് അപേക്ഷിക്കാമായിരിക്കും. പക്ഷേ ഈ ഒരു എക്സാമിനേഷൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരേ വിഷയം മാത്രമേ നിങ്ങൾ അപേക്ഷിക്കുന്നുള്ളൂ, പക്ഷേ മൾട്ടിപ്പിൾ ആയിട്ട് ഒരു അപേക്ഷ ഇടാൻ പറ്റില്ല. അതായത് ഒന്നിലധികം അപേക്ഷ ഒരു പോസ്റ്റിലേക്ക് ഇടാൻ പറ്റില്ല. അതായത് കമ്പ്യൂട്ടർ സയൻസ് മാത്രം അപേക്ഷിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു വട്ടം ഇട്ടു, അതിലെന്തെങ്കിലും തെറ്റ് പറ്റി ഇനി മറ്റൊരു അപേക്ഷ ഇടാം എന്ന രീതിയിൽ പോയി അപേക്ഷിക്കാൻ നിൽക്കരുത്, അത് ഇടാൻ പറ്റില്ല. നേരത്തെ ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഇതിലെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ പറയുന്നുണ്ട്, ഒരപേക്ഷ കഴിഞ്ഞിട്ട് അടുത്ത അപേക്ഷ ഇടുമ്പോൾ രണ്ടാമത്തെ അപേക്ഷയാണ് ഇവിടെ വാലിഡേറ്റഡ് ആവുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഉള്ള ഒരു സാഹചര്യം നിലവിൽ NDA നൽകുന്നില്ല. നമുക്ക് ഒറ്റ അപേക്ഷ, ആദ്യം കൊടുത്ത അപേക്ഷ തന്നെയായിരിക്കും വാലിഡായിട്ട് നിൽക്കുന്നത്. രണ്ടാമത് അപേക്ഷിക്കാൻ നമ്മൾ ID-യും പാസ്വേഡും ഒക്കെ കൊടുത്ത് കയറുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ രജിസ്റ്റർ ചെയ്ത് കയറുന്നതാണ്, നമ്മുടെ പേരിൽ മറ്റൊരു ആപ്ലിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അപേക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ അപേക്ഷ തന്നെ കറക്റ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് ചെയ്യുക. എല്ലാ ഡേറ്റാസും കൃത്യമായിട്ട് വെരിഫൈ ചെയ്തിട്ട് തന്നെ കൊടുക്കുക. ഇനിയും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രിഫറൻസ്. അതായത് നമുക്കറിയാം, ഓരോ സബ്ജക്റ്റുകൾക്കും UGC നെറ്റിൽ NDA കൃത്യമായിട്ട് സബ്ജക്റ്റിന് കോഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് കൃത്യമായിട്ട്, അതായത് അതിന്റെ നോട്ടിഫിക്കേഷനിൽ തന്നെ കൃത്യമായിട്ട് സബ്ജക്റ്റിന്റെ നമ്പർ കോഡും കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ട് കൺഫേം ചെയ്യുക. ആ കൺഫർമേഷൻ നമ്പറും കറക്റ്റ് ആണ്, സബ്ജക്റ്റും കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഈ സബ്ജക്റ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം വന്നാൽ കറക്ഷൻ വിൻഡോയിൽ പോലും നിങ്ങൾക്ക് അത് മാറ്റാൻ പറ്റില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ഒരു വർഷത്തെ അപേക്ഷ, അതായത് 6 മാസം എന്ന് പറയുന്ന ആ ഒരു പീരീഡ് ഓഫ് ടൈമിലെ നമ്മുടെ ഒരു അവസരം കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന ഒരു നടപടിയായി പോകും നമ്മുടെ സബ്ജക്ട് സെലക്ഷൻ എന്ന് പറയുന്നത്. അത് പൂർണ്ണമായിട്ടും നിങ്ങൾ ഉറപ്പ് വരുത്തി തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് നൽകാൻ ശ്രമിക്കുക. കമ്പ്യൂട്ടർ സയൻസിന്റെ നമ്പരും അതിന്റെ കോഡും കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ വേണം നിങ്ങൾ അപേക്ഷിക്കാൻ. ഇനിയും മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ കൊടുക്കുന്ന എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് ശരിയാണ് എന്ന് ഉറപ്പുവരുത്താൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിലേതെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകൾ വരുത്താതിരിക്കുക. കാരണം കൊടുക്കുന്നത് മുഴുവൻ നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലായിരിക്കണം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി നിങ്ങൾ മറ്റേതെങ്കിലും ഒരു ഏജൻസി വഴി, ഇപ്പം അക്ഷയ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമൺ സർവീസ് സെന്റർ വഴിയോ ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അപേക്ഷയ്ക്ക് മുമ്പ് തന്നെ, അതായത് ഫൈനൽ സബ്മിഷന് മുമ്പ് തന്നെ കൊടുത്തിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഒരു 2 വട്ടം നിങ്ങൾ തറവലി ചെക്ക് ചെയ്ത് ഉറപ്പിച്ചിട്ട് വേണം നിങ്ങൾ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അപേക്ഷയിൽ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇത് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ
ഒരു പഠനത്തിന്റെ ഒരു 6 മാസമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. ഇനി 6 മാസം കാത്തിരിക്കണം നിങ്ങൾക്ക് അടുത്തൊരു എക്സാമിനേഷൻ വരാൻ വേണ്ടി. അപ്പോൾ അതിനൊരു അവസരം നൽകാതെ ഇപ്പോൾ തന്നെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ മറക്കണ്ട, കുറെ കാര്യങ്ങളുണ്ട്. അപേക്ഷയ്ക്ക് അവസാന സമയം വരെ നിങ്ങൾ കാത്തിരിക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപേക്ഷ നൽകാൻ ശ്രമിക്കുക. രണ്ടാമതായിട്ട് നിങ്ങൾ സബ്ജക്റ്റ് കോഡ് കൃത്യമായിട്ട് പാലിച്ച് തന്നെ നിങ്ങൾ കൊടുക്കുക. ഒരു കാരണവശാലും തെറ്റരുത്. സബ്ജക്ട് സെലക്ട് ചെയ്യുന്നത് മാറാൻ പാടില്ല, കോഡ് മാറാൻ പാടില്ല. രണ്ടാമതായിട്ട് ഓർക്കുക, ഒന്നിലധികം വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു വിഷയത്തിന് മാത്രമേ നിങ്ങൾക്ക് നെറ്റിന് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഇനിയും ഒരേ വിഷയത്തിന് തന്നെ ഒന്നിലധികം അപേക്ഷ, അതായത് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ ഇടാനും നിലവിലെ സാഹചര്യത്തിൽ പറ്റില്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ പൈസയും പോകും, അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിരസിക്കപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് പരമമായ സത്യം. അപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാകാതെ എല്ലാം കൃത്യവും വ്യക്തമായിട്ട് നിങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയുള്ളത് അപേക്ഷ കഴിഞ്ഞിട്ടുള്ള ബാക്കി പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, അപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അതിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയത് ഏപ്രിൽ 29 തീയതിയാണ്. ഏപ്രിൽ 29 തുടങ്ങി മെയ് 20 വരെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇടാൻ പറ്റും എന്നുള്ളതാണ്. ഇനിയും ഇതിന്റെ അവസാനത്തെ ദിവസം ഒന്നുകൂടി പറയാം, 20 തീയതിയാണ്. 20 തീയതി രാത്രി 11:50 വരെയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇടാനുള്ള സമയം. അതുവരെയൊന്നും കാത്തിരിക്കേണ്ട. ചിലപ്പോൾ ഈ ഒരു സമയത്തിൽ 10 ദിവസത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ലഭിക്കാം. അതൊന്നും പ്രതീക്ഷ നിങ്ങൾ ഇരിക്കരുത്. നിങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്തേക്കുക. ഇനിയും കറക്ഷൻ ഉള്ള ടൈം ഉണ്ട് നമുക്ക്. ഈ കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 തീയതി മുതൽ 24 തീയതി വരെയുള്ള ദിവസത്തിനുള്ളിലാണ് നമുക്കിത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനിയും എക്സാം സിറ്റി ജൂൺ 10 തീയതി അവർ അനൗൺസ് ചെയ്യും. അതിനുശേഷം അഡ്മിഷൻ ടിക്കറ്റ് നിങ്ങൾക്ക് ജൂൺ 15 തീയതി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇനി ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 ജൂൺ മുതൽ 30 ജൂൺ വരെയുള്ള സമയത്തിലായിരിക്കും നിങ്ങൾക്ക് എന്തുണ്ടാവുന്നത്, നിങ്ങൾക്ക് എക്സാമിനേഷൻ ഉണ്ടാവുന്നത്. ഇനി അഡ്മിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട് ഓരോരുത്തർക്കും ഓരോ സമയത്ത് കൃത്യമായിട്ട് ഇന്റിമേഷൻ വരും. അതനുസരിച്ച് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. ആസ് യൂഷ്വൽ ഉള്ളതുപോലെ തന്നെയാണ് ഇത്തവണയും വന്നിരിക്കുന്നത്. നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് ആപ്ലിക്കേഷൻ ഇടാനുള്ള അവസാന തീയതിയാണ്. നിലവിലത് മെയ് 20 തീയതിയാണ്. ഫീസ് കൂടി എന്ന് പറയുകയാണ്. ജനറൽ കാറ്റഗറിയെ സംബന്ധിച്ചിടത്തോളം 1150 രൂപയാണ് അതിന്റെ ഫീ ആയിട്ട് വരുന്നത്. OBC കമ്മ്യൂണിറ്റി, NCL, EWS കമ്മ്യൂണിറ്റിക്ക് 600 രൂപയും SC ST PWD കാൻഡിഡേറ്റിന് 325 രൂപയുമാണ് ഇവിടുത്തെ ഫീസായിട്ട് വരുന്നത്. തേർഡ് ജെൻഡറിനും അതേ ഫീ തന്നെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഫീ സ്ട്രക്ചർ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഓർക്കുക, വെറുതെ അപേക്ഷയിൽ ഈ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇത്രയും വലിയ ഹ്യൂജ് എമൗണ്ട് വേസ്റ്റ് ആവുമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ അപേക്ഷ നിരസിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ അപേക്ഷയ്ക്ക് പോവുക. ഇനി UGC നെറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലേണസ്റ്റ് അക്കാഡമിയിൽ നിരവധി റാങ്ക് ഹോൾഡേഴ്സിനെ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ധാരാളം പേർക്ക് JRF ക്ലിയർ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഏണസ്റ്റ് അക്കാഡമി എന്നുള്ളത്. അപ്പോൾ ഏണസ്റ്റ് അക്കാഡമിയുമായി ബന്ധപ്പെട്ട കോച്ചിങ്ങുകൾക്കും അതിന്റെ വിശദ വിവരങ്ങൾക്കുമായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.